ഗുഡ് ഈവനിങ് ഗായ്സ്, ജൂഡ് ആൻഡ് സിത്ത് ബാക്ക് അഗെയിൻ. ഞങ്ങൾ ഇന്ന് ഈ ഒരു ഡാബപ്പ് പോപ്പ് വീക്കെൻഡ് ഫെസ്റ്റിവലിലേക്ക് പോയതാണ്. ദിസ് ഇസ് അറ്റ് ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ. ആ ഒരു ഗ്രൗണ്ടിലാണ് ഡാബപ്പ് പോപ്പ്. നിങ്ങൾക്ക് കാണാം ഇവിടെ ആക്ച്വലി ഫൺ ഫിൽഡ് എൻ്റർടൈൻമെൻ്റ് ആണ്. സോ ആസ് വി എൻറ്റർ ഒരു ബിഗ് ഒരു ഹ്യൂജ് മാസീവ് ഗ്രൗണ്ടിനെ അവർ കൺവേർട്ട് ചെയ്തെടുക്കുകയാണ്. കയറുമ്പോൾ തന്നെ നമുക്ക് ഒരു ജയന്റ് ടെഡി ബെയർ കാണാം. നല്ല ഭംഗിയല്ലേ അത് കാണാനായിട്ട്. ഞങ്ങൾ അതിനകത്ത് പോയി ഇരിക്കാന്നൊക്കെ വിചാരിച്ചപ്പോഴേക്കും അവർ ഇരിക്കരുത് എന്നൊക്കെ പാടില്ല അവിടെ. ബിക്കോസ് അതൊക്കെ ആക്ച്വലി അതൊരു ബലൂൺ ഇങ്ങനെ എന്താ വീർപ്പിച്ച് വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് അവരെ പറഞ്ഞത് അവിടെ ഇരിക്കരുതെന്ന് പറഞ്ഞത്. അതെ. പിന്നെ നമ്മൾ പോയി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നത്തെ സ്ഥലം എൻ്റർടൈൻമെൻറ്റ് സെക്ഷനിലേക്ക് മാറി. ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു ആക്ച്വലി ഒരു ഫുഡ് സെക്ഷനാണ്. പക്ഷെ നമ്മൾ ഫുഡ് സെക്ഷൻ സെപ്പറേറ്റ് ആയിട്ട് എക്സ്ക്ലൂസീവായിട്ട് വേറൊരു വീഡിയോയിലിടുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ഒരു പ്ലേസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫുള്ളായിട്ടൊന്നും എടുത്തത് വീഡിയോ. അപ്പോൾ ഇതിൻ്റെ ഒരു സെക്ഷനിൽ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേജ് ഉണ്ട്. നൗ വാട്ട് യു സീ ദെയർ ഇസ് എ ബിഗ് മൂൺ. ഒരു മൂണിനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേർക്കൽ അവർ ആർട്ടിഫിഷ്യൽ. അത് നല്ലൊരു ആർട്ടിഫിഷ്യൽ ആണെങ്കിലും ഭയങ്കര ഒറിജിനൽ ലുക്കായിരുന്നു. നല്ല ഭയങ്കര രസമായിരുന്നു. പിന്നെ കുറേ ബീൻ ബാഗ്സ് വെച്ചിട്ടുണ്ട് അവിടെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ. സീറ്റിംഗ് ആണത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. പ്രോഗ്രാം ഞങ്ങൾ വളരെ നേരത്തെ എത്തിയതുകൊണ്ട് പ്രോഗ്രാമൊന്നും സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആക്ച്വലി നമ്മൾ ഇതൊരു വീക്കെൻഡ് പോയപ്പോൾ ഭയങ്കര ക്രൗഡഡും ഭയങ്കര റഷുമായിട്ട് തോന്നിയതുകൊണ്ട് നമ്മൾ വേറൊരു ഡേ ഓപ്റ്റ് ചെയ്തതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് കുറച്ചൊരു ഫ്രീ ആയിട്ടുള്ളൊരു ടൈമായിരുന്നു. കുറേ ലക്കി ഡ്രോ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. നമുക്ക് ഐഫോണൊക്കെ കിട്ടും ഇഫ് യു ആർ സോ ലക്കി. ഓക്കെ, പക്ഷേ ഞങ്ങളത് ട്രൈ ചെയ്തില്ല. സോ അങ്ങനെ ഞങ്ങൾ ബാക്കി ലൈറ്റ്സും അവിടുത്തെ ബ്യൂട്ടിയൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യായിരുന്നു. അപ്പോൾ ഒരു പെർട്ടിക്കുലർ സെഗ്മെന്റിൽ ഡോഗിന്റെ ആണ് അവിടെ കുറേ പേര് പെറ്റ്സുമായിട്ട് വന്നിട്ടുണ്ട്. ഡോഗുണ്ട്. പിന്നെന്താണ്, അൽമഹ ഉണ്ടായിരുന്നു തോന്നുന്നല്ലേ അവിടെ. അൽമഹയുണ്ട്, ഡോഗുണ്ട്. അതിനെല്ലാവരും വെച്ച് എന്താ എല്ലാവരുടെ കയ്യിൽ കൊടുക്കും. അതിനെ കൊടുത്ത് നമ്മൾക്ക് പിടിക്കാനായിട്ട് തരും അത്. അതെ, ഫോട്ടോസ് എടുക്കാനും. ജോഷുവ അതിനെ പിടിച്ചോണ്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതെ, അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു. കുപ്പായൊക്കെ ഇടിച്ചിട്ട് അല്ലേ, നല്ല രസമുണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിട്ടായിരുന്നു. 3 എണ്ണം ഉണ്ടായിരുന്നു അല്ലേ. 3 എണ്ണം ഉണ്ടായിരുന്നു. അതിന് പുറകെ ആയിരുന്നു അവന്. ഒരു ലേഡി ഒരെണ്ണത്തിന് വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു. എല്ലാതും ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് ഇടിപ്പിച്ച് വന്നതുകൊണ്ട് നല്ല ക്യൂട്ടായിരുന്നു കാണാൻ. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ജോഷിയാണ് തോന്നുന്നു അല്ലേ അവിടെ നിന്ന്. പിന്നെ കുറച്ച് നേരം കളിയൊക്കെ കണ്ടുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കുറച്ച് നേരത്തെ, ഞാൻ പറഞ്ഞ പോലെ കുറച്ച് നേരത്തെയല്ലേ ഞങ്ങൾ എത്തിയത്. അപ്പോൾ സ്റ്റേജ് ഷോസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പോണേ ഉണ്ടായിരുന്നു. ഇവിടെയും എനിക്ക് തോന്നുന്നു ഡോഗ് ഷോ അങ്ങനെ എന്തൊക്കെയാണ്. അപ്പോൾ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ ഉണ്ടായിരുന്നുള്ളൂ. വന്ന് പറഞ്ഞു ഡോഗിൻ്റെ അടുത്ത് വന്നിരുന്നു ഫോട്ടോസ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം അവിടെ പോയി നിന്നു. പക്ഷെ പേടിയായിട്ട് തിരിച്ചു പോയിരുന്നു. ശരി, ഓക്കെ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പിന്നെ വീണ്ടും കുറച്ച് മ്യൂസിക്കൊക്കെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ കരുതി സ്റ്റേജ് ഷോസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ആ ഒരു സൈഡിലേക്ക് പോവായിരുന്നു. ആക്ച്വലി നല്ല റിലാക്സിങ് ആയിരുന്നു കേട്ടോ അല്ലേ ആ സമയം കൊണ്ട് നമ്മൾ. അതെ, ഇപ്പം ഇത് നിങ്ങൾ കാണുന്നത് ആക്ച്വലി ആ മൂണിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു മിററാണ്. നമ്മൾ മൂണിൽ പോയതിന്റെ ഒരു ലുക്കല്ലേ. മിററിന് ആക്ച്വലി നമ്മൾ ഫോട്ടോഗ്രാഫ് എടുക്കുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ശരിക്കും ഒരു സ്പേസിൽ പോയൊരു ഫീലായിരുന്നു. അങ്ങനെ നമ്മൾ ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമ്മൾ സ്പേസിൽ പോയി നിൽക്കണ പോലെ തോന്നും. അപ്പോൾ യെസ്, അത് കുറച്ച് നേരം എടുത്തല്ലേ നമുക്ക് കറക്റ്റായിട്ട് അങ്ങനെ ഒരു പിക്ചർ കിട്ടാൻ വേണ്ടി. അങ്ങനെ ഫൈനലി ഞങ്ങൾ പ്രോഗ്രാം കാണാൻ വേണ്ടിയിരുന്നു. ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ അന്ന് ഞങ്ങൾ പോയെന്ന് അങ്ങനെ ക്രൗഡഡ് അല്ല, വീക്ക് ഡേ ആയതുകൊണ്ട്. അപ്പോൾ റിലാക്സ് ചെയ്ത് നമുക്ക് വീഡിയോ ഷോ തുടങ്ങാനും കുറച്ച് ലേറ്റ് ആവുമല്ലോ ഈവനിങ്. അപ്പോൾ ഇപ്പം കാണുന്നത് നിങ്ങളൊരു ഏഞ്ചലിക് പെർഫോമൻസ് ആയിരുന്നു അല്ലേ. 2 ഏഞ്ചൽസ് ഇങ്ങനെ നല്ല ഒമാനി അറബിക് മ്യൂസിക്കിന് ഉള്ള ഒരു ഡാൻസ് ആയിരുന്നു. നല്ല മ്യൂസിക് ആയിരുന്നു ആക്ച്വലി ഇത് കേൾക്കാൻ. അപ്പോൾ നമ്മളത് കുറച്ച് നേരം ഇരുന്ന് കണ്ടു, എൻജോയ് ചെയ്തു. പിന്നെ അവർ താഴത്തേക്ക് ഇറങ്ങി വന്ന് അല്ലേ കുറേ നേരം ഫോട്ടോ സെഷൻസ് ഒക്കെ ആയിരുന്നു. അങ്ങനെ ഇതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് പിള്ളേരൊക്കെ അത് കഴിഞ്ഞ് ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് കയറിപ്പോയി അവരുടെ കൂടെ ഡാൻസ് കളിക്കലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അധികം ക്രൗഡഡ് അല്ലായിരുന്നെങ്കിലും എന്ത് ഭംഗിയാ നോക്കാം. അവര് കളിക്കുന്ന ഇത് കണ്ടോ, എന്ത് ഫ്ലെക്സിബിൾ ആണെന്ന് നോക്കാം. ആ വിങ് കണ്ടോ, ഫ്ലെക്സിബിളും ഭയങ്കര ഗ്രേസ്ഫുള്ളും ആണ്. മൂവ്മെന്റ്സ് ഒന്നും അത്ര ഹാർഡൊന്നും അല്ലല്ലേ. നമ്മളൊരു സൈഡിൽ നിന്ന് ബാക്കിൽ നിന്ന് ഇങ്ങനെ കളിക്കരുത് ആക്ച്വലി. കാരണം മ്യൂസിക് വളരെ നല്ലതായിരുന്നു.
നമുക്കും കൂടെ കയറി കളിച്ചാലോ എന്നുള്ള ഒരു ആലോചനയിലായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്റ്റേജിൽ കയറി കളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ പ്ലാൻഡ് അല്ലേ നമുക്കത്. ഇറ്റ് വാസ് നോട്ട് ഓപ്പൺ ടു പബ്ലിക്. അങ്ങനെ എന്തെങ്കിലും ഒരു ഡപ്പാകുത്ത് സോങ് ഒന്ന് കളിക്കാൻ പറ്റണ ഒരു പിന്നെ അവര് വന്ന് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നമ്മുടെ കൂട്ടത്തിൽ അവരിങ്ങനെ ജസ്റ്റ് ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട് നമ്മുടെ അടുത്ത് കൂടെ ഒക്കെ വന്ന് അവർ ഏഞ്ചലിക് പെർഫോമൻസ് ചെയ്യുന്നു. രസമുണ്ടല്ലേ ഫെദേഴ്സും അവരുടെ ഡ്രസ്സിന് ആ കോസ്റ്റ്യൂം എന്ത് രസമല്ലേ കാണാൻ. നമുക്ക് അവര് കളിക്കുന്ന നോക്ക് എന്ത് ഭംഗിയാണ് നോക്ക്. നമുക്കത് നമുക്കായിട്ട് സെപ്പറേറ്റ് വന്ന് പെർഫോം ചെയ്ത് തന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. ആ സമയത്ത് നമ്മുടെ ഈ ബീൻ ബാഗ്സിലൊക്കെ പുറകിലായിട്ട് അവരെല്ലാം നമ്മൾ നേരത്തെ കണ്ട ഡോഗ്സിനെയും കൊണ്ട് അവിടെ വന്നു. പിന്നെ അവിടെ ഫുൾ ഫോട്ടോ സെഷൻ ആയിരുന്നു. എടുക്കാം, അതിനെ എടുക്കാം, കൊഞ്ചിക്കാം അല്ലേ, ഒക്കെ ആയിട്ട് അങ്ങനെ കുറെ ആൾക്കാർ പിന്നെ കുറെ നേരം അതിന്റെ പുറകെയായിരുന്നു. എന്നിരുന്നാലും നല്ല ഭംഗിയുണ്ടായിരുന്നു അല്ലേ. അതെ അതെ അതെ, കുറെ പേരുണ്ടായിരുന്നു. കുറെ വേറെ ഫാമിലീസ് ഒക്കെ ഫോട്ടോഗ്രാഫ്സ് എടുത്തിട്ടും അങ്ങനെ കുറച്ചു നേരം നമ്മളവിടെ ടൈം സ്പെൻഡ് ചെയ്തു. ജോഷിയുടെ കയ്യിലേക്കും അതിനെ കൊടുത്തു. അങ്ങനെ ജോഷി എടുത്തോണ്ട് ഇന്ന് ഫോട്ടോ എടുത്തു. അവനൊരു പേടിയില്ല, അവനെ നല്ല കൂളായിട്ട് എടുത്തേക്കും. അതെ അതെ അതെ, അവന്റെ അടുത്ത് നല്ല കൂളായിട്ട് ഇരിക്കണുണ്ട്. അത് നോക്കല്ലേ, നല്ല അറിയണ പോലെ. അങ്ങനെ ഞങ്ങൾ പിന്നെയും അവിടുത്തെ പോയിരുന്നു അടുത്ത ഒരു പെർഫോമൻസിനായിട്ട്. അത് ടെനൂറ ഡാൻസ് ആയിരുന്നു അല്ലേ. യെസ്, അത് ഈജിപ്ഷ്യൻ ഡാൻസ് തന്നെയാണ്. ഇവരിങ്ങനെ ഭയങ്കര രസമാണ്. അത് കുറച്ച് കണ്ടു കഴിയുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. അത് കണ്ടു, അത് പോകുന്നുണ്ട് റൗണ്ട്. അത് പിന്നെ 2 ഫ്ലെയർ ആയിട്ട് വരുന്നു. അതെ അതെ, ഇതൊരു മെയിൽ ഡാൻസർ തന്നെയാണ്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പരിചയമുള്ളതാണ്, ഈജിപ്ഷ്യൻ ഒറിജിൻ ആണത്. അപ്പോൾ അത് നല്ല മ്യൂസിക്കിൽ തന്നെയായിരുന്നു കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് നേരം ഇരുന്ന് കണ്ടു. ഇറ്റ്സ് നോട്ട് ഈസി അല്ലേ ഇങ്ങനെ ഫ്ലൈനൊക്കെ ഇട്ട് എന്തൊരു പ്രസിഷൻ വേണം, നല്ല പ്രാക്ടീസും ഒക്കെ ഉള്ള. ഇവരൊക്കെ പ്രൊഫഷണൽസ് ആണ്. അതെ അതെ അതെ. അപ്പം അത് കുറച്ച് നേരം ഇരുന്ന് കണ്ടു. ഈവൻ ഇതുവരെ എനിക്ക് തോന്നുന്നു കുറച്ച് കുട്ടികൾ പോയി ട്രൈ ചെയ്തു, അവരിട്ട് നോക്കിയിട്ടൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളും ആ മ്യൂസിക്കിൽ കുറച്ച് നേരം ഇങ്ങനെ എൻജോയ് ചെയ്ത് അവിടെ ഇരുന്നു. പിന്നെ ശരി എന്നാൽ പോവാം, ടൈമായി എന്നുള്ള ഒരു ഇതിലിങ്ങനെ കുറച്ച് നേരം ഞങ്ങൾക്ക് അവിടെ ഇങ്ങനെ ആക്ച്വലി ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ എൻജോയ് ചെയ്ത് പോവാനുള്ള ഓൾമോസ്റ്റ് ടൈം ആയപ്പോൾ നമ്മൾ ശരി പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ്. ആസ് സെഡ് ഇതിൻ്റെ ഒരു പോർഷനും കൂടി ഉണ്ട്, അത് ഫുഡ് മാത്രമാണ്, ഫുഡ് സെഗ്മെൻറ്റ്. വിൽ കം ബാക്ക് വിത്ത് ദറ്റ് വീഡിയോ സൂൺ. സോ മീൻവൈൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് us. Thank you guys.